നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വാർത്താ സമ്മേളനത്തിനിടെ KPCC അധ്യക്ഷൻ കെ സുധാകരൻ അസഭ്യം പറഞ്ഞതിൽ കടുത്ത അതൃപ്തിയുമായി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. പ്രതിപക്ഷ നേതൃസ്ഥാനം രാജിവെക്കുമെന്ന് ഭീഷണി മുഴക്കിയ വി.ഡി. സതീശനെ ഹൈക്കമാൻഡ് ഇടപെട്ടാണ് അനുനയിപ്പിച്ചത്. അസഭ്യ പ്രയോഗം വിവാദമായതോടെ സതീശനും താനും തമ്മിൽ ജ്യേഷ്ഠാനുജ ബന്ധമെന്ന വിശദീകരണവുമായി കെ സുധാകരൻ രംഗത്തെത്തി. അമർഷം ഉള്ളിലൊതുക്കി വി.ഡി. സതീശനും വിവാദം അവസാനിപ്പിച്ചു. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. സമരാഗ്നി പരിപാടിയുമായി ബന്ധപ്പെട്ട പതിവ് വാർത്താ സമ്മേളനത്തിൽ 20 മിനിറ്റോളം വി.ഡി. സതീശനെ കാത്തുമുഷിഞ്ഞപ്പോഴായിരുന്നു കെ സുധാകരന്റെ അസഭ്യ പ്രയോഗം. സുധാകരൻ കൂടുതൽ പറയും മുമ്പേ മൈക്ക് ഓണാണെന്ന് നേതാക്കളുടെ ഓർമ്മപ്പെടുത്തൽ. സംഭവം വിവാദമായതോടെ വി.ഡി. സതീശന് അതൃപ്തി. കെ.സി. വേണുഗോപാലിനെ രാജിസന്നദ്ധത അറിയിച്ചു. തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ പ്രശ്നം വേണ്ടെന്നും വിഷയത്തിൽ ഇടപെടാമെന്നും കെ.സി. വേണുഗോപാൽ ആശ്വസിപ്പിച്ചു. ഒരുമിച്ച് മാധ്യമങ്ങളെ കണ്ട് പ്രശ്നങ്ങളില്ലെന്ന് പറയണമെന്ന ആവശ്യം സതീശൻ അംഗീകരിച്ചില്ല. തുടർന്ന് കെ സുധാകരൻ ഒറ്റയ്ക്ക് മാധ്യമങ്ങളെ കണ്ടു. നിങ്ങൾ ഇങ്ങനെയൊരു പ്രചരണം കൊടുക്കുന്നത് ഒരിക്കലും ശരിയല്ല, യാഥാർത്ഥ്യമായിട്ട് നിരക്കാത്തതാണ്. സതീശനും ഞാനും തമ്മിൽ ജ്യേഷ്ഠാനുജന്മാരെ പോലെ തന്നെയാണ് ഈ പൊങ്കോറിയായിട്ട്. ഇത്രയും ദിവസം നമ്മൾ ഒരുമിച്ചല്ലേ. എന്നോടൊപ്പം ഒരുപക്ഷെ എന്നേക്കാളേറെ ഈ സമര ജാഥക്ക് അദ്ദേഹമാണ് മുൻകൈയെടുത്തതും അദ്ദേഹമാണ് ഓടിയതും അദ്ദേഹമാണ് ചെയ്തതൊക്കെ. അല്പം കഴിഞ്ഞ് മാധ്യമങ്ങളെ കണ്ട പ്രതിപക്ഷ നേതാവും ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന മട്ടിലാണ് പ്രതികരിച്ചത്. അപ്പോൾ ഇവൻ എവിടെ പുള്ളി ചെന്നിരുന്നിട്ട് 10 മിനിറ്റ് എന്നിട്ട് ഞാൻ എത്തിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം അതിന് മുമ്പ് കയറി, ഞാനിപ്പോൾ എത്തിയെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എത്തി കയറി ഇരുന്ന് കഴിഞ്ഞാൽ അസ്വസ്ഥ വരില്ലേ ആളെ കാണാതെ. അപ്പോൾ ഇവൻ എവിടെ പോയി കിടക്കുമെന്ന് ചോദിച്ചു. അത് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് എന്നോടുണ്ട്. പരിഹാസവുമായി പി രാജീവൻ രംഗത്തെത്തി. ഞങ്ങൾ അദ്ദേഹത്തെ നിയമസഭയിൽ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവെന്ന് മാത്രമേ വിളിക്കാറുള്ളൂ. ആ ഒരു പാർട്ടി എത്തിച്ചേർന്നൊരു അവസ്ഥകൾ നോക്കിയാൽ മതി. അവരുടെ ആ നിങ്ങളുടെ തന്നെ അഭിമുഖത്തിൽ കണ്ടല്ലോ, രണ്ടുപേരും ഒന്നിച്ചുള്ള ഐക്യത്തിന്റെ ആ മഹനീയതയൊക്കെ നിങ്ങൾ പല ഇന്റർവ്യൂയിലൂടെ വളരെ അവതരിപ്പിക്കുന്നത് കണ്ടു. നേതാക്കൾ തമ്മിലുള്ള പ്രശ്നം പരസ്യമായതിൽ അണികൾക്കും അമർഷമുണ്ട്. 24 ആലപ്പുഴ. സമരാഗ്നി വേദിയിൽ ആന്റണി എംപിക്ക് നാക്കുപിഴ. KPCC അധ്യക്ഷന്റെ പേര് മാറിപ്പോയത് വേദിയിൽ ചിരിപടർത്തി. കെ സുധാകരനെ കെ സുരേന്ദ്രൻ എന്നാണ് ആന്റണി അഭിസംബോധന ചെയ്തത്. സമരാഗ്നിയുടെ നായകൻ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ബഹുമാനനായ കെ സുരേന്ദ്രൻ അവറുകളെ, കെ സുധാകരൻ അവറുകളെ, സീറ്റ് വിഭജനത്തിൽ ലീഗിന്റെ കടുംപിടുത്തം. മൂന്നാം സീറ്റ് വിഷയത്തിൽ തീരുമാനമായില്ലെങ്കിൽ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ചേക്കുമെന്ന് സൂചന. നാളെയാണ് കോൺഗ്രസുമായുള്ള നിർണായക ചർച്ച. ഒരു സീറ്റ് കൂടി ലഭിക്കുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം ആവർത്തിച്ചു. തർക്കം തുടർന്നാൽ UDFന്റെ വിജയസാധ്യത കുറയുമെന്ന് കെ മുരളീധരൻ MP പ്രതികരിച്ചു. മൂന്നാമതൊരു സീറ്റ് നൽകാനാവില്ലെന്ന് കോൺഗ്രസും കിട്ടിയേ മതിയാവൂ എന്ന് മുസ്ലിം ലീഗും. നാളെ കോൺഗ്രസുമായുള്ള ചർച്ച പരാജയപ്പെടാനാണ് സാധ്യതയെന്ന് ലീഗ് കണക്കുകൂട്ടുന്നു. അങ്ങനെയെങ്കിൽ ഒരു സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ നേതൃത്വം തീരുമാനിച്ചതായാണ് സൂചന. കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലായിരിക്കും മത്സരിക്കുക. കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുമായി സംസ്ഥാന കമ്മിറ്റി ചർച്ച നടത്തി. ആവശ്യമെങ്കിൽ മത്സരിക്കാൻ വേണ്ട ഒരുക്കങ്ങൾ നടത്താൻ നിർദ്ദേശം നൽകിയെന്നാണ് വിവരം. ചൊവ്വാഴ്ച ചേരുന്ന ലീഗ് നേതൃയോഗത്തിൽ അന്തിമ തീരുമാനമെടുക്കും. സീറ്റ് വിഭജനം നീട്ടിക്കൊണ്ടുപോകാനാവില്ലെന്ന് PMA സലാം. ഞങ്ങൾ ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. അതിൽ തീരുമാനം നാളെ ആവും. കിട്ടാത്ത പ്രശ്നമില്ലാന്ന്. ഞങ്ങൾ കോൺഗ്രസുമായിട്ട് സൗഹാർദ്ദത്തിൽ തന്നെയാണ്. ആ സൗഹാർദ്ദപരമായിട്ട് നാളെ ചർച്ച നടക്കും. ആ ചർച്ചയിൽ തീരുമാനം ഉണ്ടാവും. ലീഗുമായുള്ള നാളത്തെ ചർച്ചയ്ക്ക് ശേഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ലീഗിന് മൂന്നാം സീറ്റ് ചോദിക്കാൻ അർഹതയുണ്ടെന്നും പരസ്പരം വിട്ടുവീഴ്ച ചെയ്താലേ മുന്നണി മുന്നോട്ട് പോകുമെന്നും AICC ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ. ലീഗുമായുള്ള തർക്കം ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന് കെ മുരളീധരൻ MP. നാളത്തെ ചർച്ചയിൽ പ്രശ്നം എന്തായാലും പരിഹരിക്കും. കാരണം അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ ഫീൽഡിലൊക്കെ മുന്നണി ഒരുമിച്ച് കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സന്ദർഭമാണ്. മുസ്ലിം ലീഗിന്റേത് നാണം കെട്ട രാഷ്ട്രീയമെന്ന് BJP. മൂന്നാം സീറ്റിന് വേണ്ടിയിട്ടുള്ള മുസ്ലിം ലീഗ് സമ്മർദ്ദത്തിന് മുമ്പിൽ മുട്ടുമടക്കാൻ കോൺഗ്രസ് തയ്യാറാവുകയാണ്.
രാഹുൽ ഗാന്ധിക്ക് പാർലമെന്റിലേക്ക് എത്തണമെങ്കിൽ മുസ്ലിം ലീഗിന്റെ സഹായമാണ്. മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടിയുടെ തണലിലാണ് രാഹുൽ ഗാന്ധി പാർലമെന്റിലേക്ക് എത്തുന്നത്. കടുത്ത തീരുമാനത്തിലേക്ക് മുസ്ലിം ലീഗ് കടന്നാൽ സംസ്ഥാനത്തെ മുന്നണി സമവാക്യങ്ങൾ ഉൾപ്പെടെ മാറി മറിഞ്ഞേക്കും. 24 മലപ്പുറം. കോൺഗ്രസിന്റെ ചവിട്ടും കുത്തുമേറ്റ് UDF-ൽ തുടരണോ എന്ന് മുസ്ലിം ലീഗ് ആലോചിക്കണമെന്ന് LDF കൺവീനർ EP ജയരാജൻ. കോൺഗ്രസ് ജാഥയിൽ ലീഗിനെ അടുപ്പിക്കുന്നില്ല. കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ ഇപ്പോൾ തെറിവിളിയാണ്. ഇനി അടി നടക്കുമെന്നും EP ജയരാജൻ പരിഹസിച്ചു. ചവിട്ടും കുത്തുമേറ്റ് പരിഹാസ്യരായി കഴിഞ്ഞുകൂടണമോ എന്ന കാര്യം മുസ്ലിം ലീഗ് ആലോചിക്കട്ടെ, അത് അവരുടെ കാര്യമാണ്. ഒരു മുന്നണിയുടെ ജാഥ കോൺഗ്രസിൻ്റെ ജാഥയായി നടത്താൻ പാടുണ്ടായിരുന്നു. മുസ്ലിം ലീഗിനെ അടുപ്പിച്ചോ? അവർ ആലപ്പുഴ എത്തിയപ്പോൾ എന്തായി? നേതാക്കന്മാർ തമ്മിൽ ഇനി അടുത്ത അടി നടക്കും. ഇപ്പോൾ തെറിയേ വന്നിട്ടുള്ളൂ, ഇനി അതിനപ്പുറം നടക്കും. അതാണ് കോൺഗ്രസ്. സ്ഥാനാർത്ഥി ചിത്രം തെളിയുന്നു. സ്ഥാനാർത്ഥി നിർണയം വേഗത്തിലാക്കാൻ BJP. തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയാകും. ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യം പരിഗണിച്ച് കേന്ദ്ര നേതൃത്വം തീരുമാനമെടുക്കുമെന്നാണ് സൂചന. NDAയിൽ സീറ്റ് വിഭജനം പൂർത്തിയായിട്ടുണ്ട്. BJP 16ഇടത്തും BDJS 4ഇടത്തും മത്സരിക്കും. തൃശൂരിനൊപ്പം BJP ഏറ്റവും അധികം സാധ്യത കൽപ്പിക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. ദേശീയ നേതാക്കളിൽ ഒരാളെ തന്നെ ഇവിടേക്ക് പരിഗണിക്കണമെന്ന ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യമാണ് രാജീവ് ചന്ദ്രശേഖറിലേക്ക് സ്ഥാനാർത്ഥിത്വം എത്താൻ കാരണം. ഔദ്യോഗിക പ്രഖ്യാപനം ഉടനുണ്ടാകും. ആദ്യഘട്ടത്തിൽ 7 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനാണ് ആലോചന. അതിനിടയിൽ സീറ്റുകൾ തമ്മിൽ ധാരണയായി. 16 സീറ്റുകളിൽ BJPയും 4 സീറ്റുകളിൽ BDJSും മത്സരിക്കും. കോട്ടയം, മാവേലിക്കര, ഇടുക്കി, ചാലക്കുടി എന്നീ സീറ്റുകളാണ് BDJSന്. കോട്ടയത്ത് BDJS സംസ്ഥാന അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി സ്ഥാനാർത്ഥിയാകും. PC ജോർജിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ സഹകരിക്കില്ലെന്ന് BDJS BJP ദേശീയ നേതൃത്വത്തെ അറിയിച്ചു. സമുദായത്തിനെ അപമാനിക്കുന്ന നിലപാട് PC ജോർജ് മുൻപ് സ്വീകരിച്ചുവെന്നാണ് BDJSന്റെ പരാതി. പത്തനംതിട്ടയിൽ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. ആലപ്പുഴയിൽ കൊല്ലപ്പെട്ട OBC മോർച്ച നേതാവ് രൺജിത്ത് ശ്രീനിവാസിന്റെ ഭാര്യ ലിഷ രൺജിത്ത് സ്ഥാനാർത്ഥിയായേക്കും. സന്ദീപ് വചസ്പതിയുടെ പേരും പരിഗണനയിലാണ്. ആലത്തൂരിൽ SC മോർച്ച സംസ്ഥാന അധ്യക്ഷൻ ഷാജിമോൻ വട്ടേക്കാട് സ്ഥാനാർത്ഥിയാകും. 24 തിരുവനന്തപുരം. കേരള കോൺഗ്രസ് എമ്മിന്റെ മുന്നണി മാറ്റം കോട്ടയത്ത് പ്രചാരണായുധമാക്കുന്ന കോൺഗ്രസിന് മറുപടിയുമായി തോമസ് ചാഴികാടൻ MP. താനും പാർട്ടിയും ആരെയും ചതിച്ചിട്ടില്ല എന്ന് ചാഴികാടൻ പറഞ്ഞു. ആലത്തൂരിൽ LDF സ്ഥാനാർത്ഥിയാകാൻ ഒരുങ്ങുന്ന മന്ത്രി K രാധാകൃഷ്ണനെ K മുരളീധരൻ MP പരിഹസിച്ചു. സമരാഗ്നി യാത്ര കോട്ടയത്തെത്തിയപ്പോഴാണ് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും കേരള കോൺഗ്രസ് എമ്മിനെതിരെ ആക്ഷേപമുന്നയിച്ചത്. കഴിഞ്ഞ തവണ ജയിപ്പിച്ച MPയും പാർട്ടിയും UDFനെ വഞ്ചിച്ചുവെന്നായിരുന്നു ആക്ഷേപം. ഈ തെരഞ്ഞെടുപ്പിൽ മറുപടി നൽകണം. കോട്ടയത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വിഷയം UDF പ്രവർത്തകർ സജീവ ചർച്ചയാക്കി. ഇതോടെ മറുപടിയുമായി LDF സ്ഥാനാർത്ഥി തോമസ് ചാഴികാടൻ തന്നെ രംഗത്ത്. ഞങ്ങളെ പുറത്താക്കിയിട്ട് ഞങ്ങൾ പുറത്തു കിടന്ന് കൈയും കാലും അടിച്ചു കിടക്കും എന്ന് ധരിച്ചവർക്ക് കൊടുത്ത മറുപടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് ഞങ്ങൾ പോയത്. ഞങ്ങൾ ആരെയും ചതിച്ചിട്ടില്ല. ഞങ്ങളെ പുറത്താക്കിയപ്പോൾ രാഷ്ട്രീയമായ നിലനിൽപ്പ് ഞങ്ങൾക്ക് അനിവാര്യമായിരുന്നു. ആ അനിവാര്യതയുടെ പേരിൽ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് ചേർന്നു. വയനാട്ടിൽ ആനി രാജ മത്സരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ആയിട്ടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. വയനാട്ടിലെ കോൺഗ്രസ് CPI പോരാട്ടം ദേശീയ തലത്തിൽ ബാധിക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥി നിർണയ പ്രക്രിയയെ പറ്റി നിങ്ങൾക്കൊന്നും അറിയില്ല. ഞങ്ങൾ ആ പ്രക്രിയ ആരംഭിച്ചിട്ടേ ഉള്ളൂ. 26-ാം തീയതി കഴിയുമ്പോഴത്തേക്ക് ചോദിച്ചാൽ പറയാം. ഞങ്ങൾ മത്സരിക്കുന്നത് വയനാട് അടക്കമുള്ള എല്ലാം ജയിക്കാൻ വേണ്ടിയാണ്. ഞങ്ങൾ ജയിച്ചാൽ ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം ജയിക്കും. ഇല്ലല്ലോ, അതിലൊന്നും ചർച്ചയ്ക്ക് ഞങ്ങളില്ല. ചർച്ചാവേദിയല്ലതൊന്നും. ഇതിനിടെ മന്ത്രി K രാധാകൃഷ്ണനെതിരെ K മുരളീധരൻ രംഗത്ത് വന്നു. തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്ന സിറ്റിംഗ് മന്ത്രിയായിരിക്കും രാധാകൃഷ്ണൻ എന്നായിരുന്നു പരിഹാസം. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനു മുമ്പേ ആറ്റിങ്ങലിൽ CPIM സ്ഥാനാർത്ഥിക്കായി ചുവരെഴുത്ത് പ്രത്യക്ഷപ്പെട്ടു. അഡ്വക്കേറ്റ് V ജോയിക്കായി ആറ്റിങ്ങൽ ACAC നഗറിലാണ് ചുവരെഴുത്ത്. 24 കോട്ടയം. ഉപതെരഞ്ഞെടുപ്പ് ഫലം ജനപിന്തുണയുടെ തെളിവെന്ന് മുഖ്യമന്ത്രി. കഴിഞ്ഞ ദിവസം നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലെ നേട്ടം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഊർജ്ജമാക്കാനുള്ള ശ്രമത്തിലാണ് LDF. ഉപതെരഞ്ഞെടുപ്പ് ഫലം ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. അതേസമയം തദ്ദേശ ഫലം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് UDF. ഏറ്റവും ഒടുവിൽ നടന്ന 4 ഉപതെരഞ്ഞെടുപ്പുകളിൽ 3 എണ്ണത്തിലും UDF സീറ്റ് വർദ്ധിപ്പിച്ചിരുന്നു. അന്നെല്ലാം സർക്കാരിനെ ജനങ്ങൾ വിലയിരുത്തിയെന്നായിരുന്നു
പ്രതിപക്ഷത്തിന്റെ പ്രതികരണം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് കഴിഞ്ഞ ദിവസം ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥിതി വ്യത്യസ്തമായി. LDF പ്രതീക്ഷിച്ചതിനേക്കാൾ മുന്നേറ്റമുണ്ടാക്കി. പ്രാദേശിക തലത്തിലെ പ്രശ്നങ്ങളെന്ന് പ്രതിപക്ഷം ന്യായീകരിക്കുമ്പോൾ സർക്കാരിനും CPM-നും വീണുകിട്ടിയ വടിയാണ് ഇക്കഴിഞ്ഞ തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലെ വിജയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് സജീവ ചർച്ചയാകുമെന്ന് മന്ത്രിമാരുടെ അടക്കം പ്രതികരണങ്ങളിൽ നിന്ന് ഉറപ്പായി. എന്തെല്ലാം പറഞ്ഞിട്ടും ഫലം കണ്ടില്ലെന്ന് പ്രതികരിച്ച് മുഖ്യമന്ത്രി തന്നെ വിഷയം ചർച്ചയാക്കി. ഇതെല്ലാം എഴുതിയിട്ടുള്ള ഫലം എന്താണെന്ന് ഇന്നലെ കണ്ടില്ലേ? അവിടെ നിന്നെങ്കിലും മനസ്സിലാക്കാൻ പറ്റണ്ടേ കാര്യങ്ങൾ? ഇതിനൊന്നും നമ്മുടെ നാട്ടിലെ ജനങ്ങൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ എടുക്കുന്നത്. എക്സാലോജിക് വിഷയം ഉൾപ്പെടെ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാൻ രാഷ്ട്രീയ ആരോപണങ്ങൾ. ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ട്രഷറി പ്രതിസന്ധി, ക്ഷേമ പെൻഷൻ മുടക്കം, അവശ്യ സാധനങ്ങളുടെ വില വർധനവ്. പ്രതിപക്ഷം ഇതൊക്കെ രാഷ്ട്രീയ വിഷയമാക്കുമ്പോൾ ജനങ്ങൾ സർക്കാരിനൊപ്പമെന്ന് LDF പ്രതിരോധിക്കും. ഇതോടൊപ്പം 20 മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ നേരത്തെ നിശ്ചയിക്കാൻ കഴിഞ്ഞതും വിജയസാധ്യതയുള്ള ജനകീയ മുഖങ്ങളെ പരീക്ഷിക്കുന്നതും നേട്ടമാകുമെന്നാണ് ഇടതുമുന്നണിയുടെ കണക്കുകൂട്ടൽ. ഒപ്പം സീറ്റ് വിഭജനം പോലും പൂർത്തിയാക്കാൻ കഴിയാത്ത UDF-ൽ ഘടകകക്ഷികൾക്ക് പോലും വിശ്വാസമില്ലാതായെന്നും ഇടത് ക്യാമ്പ് രാഷ്ട്രീയ ആരോപണമായി ഉയർത്തും. 24 തിരുവനന്തപുരം. വരുൺ ഗാന്ധി BJP വിടുന്നു. വരുൺ ഗാന്ധി BJP വിടുമെന്ന റിപ്പോർട്ടുകൾ. ഉത്തർപ്രദേശിലെ പിലീഭിത്തിൽ സമാജ്വാദി പാർട്ടി ടിക്കറ്റിൽ വരുൺ ഗാന്ധി മത്സരിച്ചേക്കും. BJP സീറ്റ് നിഷേധിക്കുന്നുവെന്ന വാർത്തകൾക്ക് പിന്നാലെയാണ് വരുൺ ഗാന്ധി SP-യുമായി ചർച്ച സജീവമാക്കിയത്. പിലീഭിത്തിലെ സിറ്റിംഗ് MP-യാണ് മേനകാ ഗാന്ധിയുടെ മകൻ വരുൺ ഗാന്ധി. ഏറെ നാളായി കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ പരസ്യ വിമർശനവുമായി രംഗത്തുള്ള വരുൺ ഗാന്ധിക്ക് BJP ഇത്തവണ സീറ്റ് നിഷേധിക്കുമെന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഒരു കുടുംബത്തിന് ഒരു സീറ്റ് തീരുമാനം കർശനമായി നടപ്പാക്കാൻ എന്ന പേരിൽ പീലിഭിത്തിൽ വരുൺ ഗാന്ധിയെ മാറ്റി ഉത്തർപ്രദേശ് മന്ത്രി സഞ്ജയ് സിംഗ് ഗാംഗ്വാറിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് BJPയുടെ നീക്കം. ഈ സാഹചര്യത്തിൽ പീലിഭിത്തിൽ സമാജ്വാദി പാർട്ടി ടിക്കറ്റിൽ വരുൺ ഗാന്ധി മത്സരിച്ചേക്കും. ഇക്കാര്യത്തിൽ പ്രാഥമിക ധാരണ ആയെന്നാണ് വിവരം. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരുടെ ഇടപെടലും പിന്നിലുണ്ടെന്നാണ് സൂചന. 1996 മുതൽ മേനകാ ഗാന്ധിയുടെ കൈവശമുള്ള പീലിഭിത്ത് സീറ്റിൽ 59% വോട്ടുകൾ നേടിയാണ് കഴിഞ്ഞ തവണ വരുൺ ഗാന്ധി വിജയിച്ചത്. വരുൺ ഗാന്ധിയെ മത്സരിപ്പിക്കുന്നതിലൂടെ BJPക്ക് കനത്ത പ്രഹരമേൽപ്പിക്കാമെന്നാണ് ഇന്ത്യ സഖ്യം കണക്കുകൂട്ടുന്നത്. പീലിഭിത്തിലെ റാലിയിൽ കേന്ദ്ര സംസ്ഥാന പദ്ധതികളെക്കുറിച്ച് പരാമർശിക്കാതിരുന്ന വരുൺ ഗാന്ധി ജയ് ശ്രീറാം, ഭാരത് മാതാ മുദ്രാവാക്യം മാത്രം കേട്ട് വോട്ട് ചെയ്യരുതെന്നും മധുരവാക്കുകൾ പറഞ്ഞ് വഞ്ചിക്കുന്നവരല്ല ഗാന്ധി കുടുംബമെന്നും പറഞ്ഞിരുന്നു. 24 ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ധാരണയിലെത്തി ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസ്, ആം ആദ്മി പാർട്ടികൾ. 3 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് സീറ്റ് ധാരണ. ഡൽഹിയിൽ 4 ആപ്പും 3 കോൺഗ്രസും മത്സരിക്കും. എതിർപ്പുകൾ മറികടന്ന് ഗുജറാത്തിലെ ബറൂച്ച് സീറ്റ് ആം ആദ്മിക്ക് നൽകി. പഞ്ചാബിൽ സഖ്യമില്ലാതെ ഒറ്റയ്ക്ക് പോരാടും. ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ നൽകുന്നതാണ് കോൺഗ്രസും ആം ആദ്മിയും തമ്മിലുള്ള സീറ്റ് വിഭജനത്തിലെ വിജയം. ഗുജറാത്തിലെ ബറൂച്ച് സീറ്റ് ആം ആദ്മി പാർട്ടിക്ക് നൽകുന്നതിൽ ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തൻ അഹമ്മദ് പട്ടേലിന്റെ മകൾ മുംതാസ് പട്ടേൽ എതിർപ്പറിയിച്ചെങ്കിലും അത് മറികടന്നാണ് സീറ്റ് ആം ആദ്മിക്ക് നൽകിയത്. ബറൂച്ചിന് പുറമെ ഭാവ്നഗറിൽ കൂടി ആം ആദ്മി മത്സരിക്കും. ഹരിയാനയിൽ അത്ര വലിയ സ്വാധീനം ആം ആദ്മിക്ക് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഒരു സീറ്റിലാണ് മത്സരിക്കുന്നത്. ബാക്കിയുള്ള 9 സീറ്റുകളിലും കോൺഗ്രസ് മത്സരിക്കാനാണ് തീരുമാനം. ഗോവയിലെ 2 സീറ്റുകളിലും ചണ്ഡീഗഡിലെ 1 സീറ്റിലും കോൺഗ്രസ് മത്സരിക്കും. പ്രവചനങ്ങൾ പോലെ സീറ്റ് വിഭജനത്തിൽ ഡൽഹിയിൽ ആം ആദ്മിക്ക് 4ഉം കോൺഗ്രസിന് 3ഉം സീറ്റുകൾ നൽകി. പഞ്ചാബിൽ 2 പാർട്ടികളും ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുമായും ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുമായും ധാരണയിലെത്തിയ കോൺഗ്രസിന് മുന്നിലുള്ള പ്രതിസന്ധി ബംഗാളാണ്. ചർച്ചകൾ അണിയറയിൽ നടക്കുന്നുവെന്ന് പറയുമ്പോഴും ഫലസൂചനകൾ ഇതുവരെ ബംഗാളിൽ ഇന്ത്യ മുന്നണിക്ക് ഉണ്ടായിട്ടില്ല. 24 ഡൽഹി. പത്തനംതിട്ട തിരുവല്ലയിൽ 9ാം ക്ലാസ്സുകാരുടെ തിരോധാനത്തിൽ തട്ടിക്കൊണ്ടുപോകലിന് കേസെടുത്ത് പോലീസ്. പ്രതികളുടെ ചിത്രം പുറത്തുവിട്ടു. തൃശൂർ സ്വദേശികളെന്ന് സംശയിക്കുന്ന യുവാക്കളെ തിരിച്ചറിയുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കണമെന്നാണ് നിർദ്ദേശം. സ്കൂളിൽ പോയ പെൺകുട്ടി തിരിച്ചെത്തിയില്ല എന്ന പരാതിയിലാണ് അന്വേഷണം. ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന്. ശ്രീജിത്ത്, പോലീസ് എന്താണ് പറയുന്നത്? ഇന്നലെ രാവിലെ 11 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ സ്കൂളിൽ നിന്ന് പരീക്ഷ കഴിഞ്ഞ 9ാം ക്ലാസ്സുകാരി, അവർ തിരുവല്ല കാവുംഭാഗം സ്വദേശിയാണ്. ആ കാവുംഭാഗം സ്വദേശിയായ 15 വയസ്സുകാരിയെ കാണാതായത്. എന്തായാലും പോലീസ് ആ ഒരു ഘട്ടത്തിൽ തന്നെ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ ശേഖരിച്ചിരുന്നു. ഈ CCTV ദൃശ്യങ്ങളിൽ നിന്ന് 2 യുവാക്കളെ ആദ്യഘട്ടത്തിൽ തിരിച്ചറിഞ്ഞു. അതിനുശേഷം ഇവർക്കായുള്ള അന്വേഷണം പോലീസ് ഊർജിതമാക്കി. ഈ 2 പേരും തൃശൂർ സ്വദേശികളാണെന്നുള്ള ഒരു പ്രാഥമിക വിവരം മാത്രമാണ് ലഭിക്കുന്നത്. ഇപ്പോൾ CCTVയുടെ കൂടുതൽ ദൃശ്യങ്ങൾ ലഭിക്കുന്നുണ്ട്. ഈ പെൺകുട്ടി ആ മേഖലയിൽ നിന്ന്, സ്കൂളിന്റെ പരിസരത്ത് നിന്ന്
ബസ്സിൽ കയറുമ്പോൾ ആ 2 യുവാക്കളും അതിലുണ്ടായിരുന്നു, ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 2 യുവാക്കളെയും അതുപോലെ തന്നെ ഈ പെൺകുട്ടിയെയും കണ്ടു കിട്ടുന്നവർ കൃത്യമായ രീതിയിൽ തിരുവല്ല ഡിവൈഎസ്പിയെ അറിയിക്കണം, അല്ലെങ്കിൽ പോലീസിനെ ഉടനെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും പോലീസ് കാടടച്ചൊരു തിരച്ചിൽ അല്ലെങ്കിൽ നാടാകെ ഒരു തിരച്ചിൽ നടത്തിയിട്ടും ഇവരെ കാണാൻ കഴിഞ്ഞില്ല. എന്തായാലും ഈ തിരുവല്ലയിൽ നിന്ന് ഒരു മേഖലയിലേക്ക് മാറി സ്കൂൾ യൂണിഫോം മാറ്റിയാണ് ഈ പെൺകുട്ടി യാത്ര തുടർന്നിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും തട്ടിക്കൊണ്ടുപോലിന് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. ബന്ധുക്കളുടെ പരാതി ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്ന് വിവിധ മേഖലകളിലുള്ള അന്വേഷണം തുടരുകയാണ്. പെൺകുട്ടിയെ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ 2 യുവാക്കൾക്കായുള്ള തിരച്ചിൽ, അതാണ് പോലീസ് പറയുന്നത്. ഈ 2 യുവാക്കളെ കണ്ടുകിട്ടുന്ന ആളുകൾ കൃത്യമായ രീതിയിൽ പോലീസിനെ വിവരം അറിയിക്കണമെന്നൊരു നിർദ്ദേശമാണ് പോലീസ് ഇപ്പോൾ നൽകുന്നത്. ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. സർക്കാരിനോട് വീണ്ടും ഇടഞ്ഞ ഗവർണർ. സർക്കാരിനോട് വീണ്ടും കൊമ്പുകോർത്ത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. വിവരാവകാശ കമ്മീഷണർമാരുടെ നിയമനത്തിനുള്ള 3-അംഗ സർക്കാർ പട്ടിക തിരിച്ചയച്ചു. പരാതികളുടെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നാണ് വിശദീകരണം. ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ PM മുബാറക് പാഷ രാജിവെച്ചു. VC-യെ പുറത്താക്കാനുള്ള ഹിയറിംഗിന് മുന്നോടിയായിട്ടാണ് നടപടി. ഭരണപരമായ കാര്യങ്ങളിൽ ഇടപെട്ട സർക്കാരിനെ വീണ്ടും പ്രതിരോധത്തിലാക്കുകയാണ് ഗവർണർ. ഡോക്ടർ സോണിച്ചൻ P. ജോസഫ്, M. ശ്രീകുമാർ, TK രാമകൃഷ്ണൻ എന്നിവരുടെ പട്ടികയാണ് ഗവർണർ തള്ളിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മന്ത്രി P. രാജീവ് എന്നിവരടങ്ങിയ സമിതിയാണ് വിവരാവകാശ കമ്മീഷണർമാരുടെ പട്ടിക ശുപാർശ ചെയ്തത്. പട്ടികയിൽ ഉൾപ്പെട്ടവർക്കെതിരെ നിരവധി പരാതികൾ ലഭിച്ചെന്നാണ് രാജ്ഭവന്റെ വിശദീകരണം. അതിനിടെ ശ്രീനാരായണ ഓപ്പൺ സർവകലാശാല VC PM മുബാറക് പാഷ ഗവർണർക്ക് രാജിക്കത്ത് നൽകി. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം നടക്കേണ്ട VC-മാരുടെ ഹിയറിംഗിന് മുന്നോടിയായാണ് നടപടി. രാവിലെ നടന്ന ഹിയറിംഗിൽ ഡിജിറ്റൽ സർവകലാശാല VC നേരിട്ട് ഹാജരായി. കാലിക്കറ്റ് VC-ക്ക് വേണ്ടി അഭിഭാഷകനാണ് എത്തിയത്. സംസ്കൃത സർവകലാശാല VC-യുടെ അഭിഭാഷകൻ ഓൺലൈനായും പങ്കെടുത്തു. നിയമോപദേശം തേടിയ ശേഷമാകും രാജിയിൽ അന്തിമ തീരുമാനമെടുക്കുക. 24 തിരുവനന്തപുരം. ചട്ടപ്രകാരം വിജിലൻസ് റിപ്പോർട്ട് ഇല്ലാത്തതിനാലാണ് വിവരാവകാശ കമ്മീഷണർ നിയമനത്തിനുള്ള പട്ടിക തിരിച്ചയച്ചതെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. പട്ടികയിലുള്ളവർ നോൺ ഒഫീഷ്യൽസ് ആണ്, അതിനാൽ വിജിലൻസ് റിപ്പോർട്ട് ആവശ്യമാണെന്ന് ഗവർണർ വിശദീകരിച്ചു. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല VC-യുടെ രാജിക്കാര്യത്തിൽ ഗവർണർ പക്ഷേ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. They all come from non-official background. So in the case of the non-official persons, vigilance report should be there. When the vigilance report comes, they will be clear. There is nothing extraordinary about it. They are all non-officials. The chief is a former judge. Therefore, vigilance is not required. കർഷകന്റെ മരണത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വൈകുന്നതിൽ പഞ്ചാബ് സർക്കാരിനെതിരെ കർഷക സംഘടനകൾ. മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണമെന്ന് കർഷക സംഘടനകൾ ആവശ്യപ്പെട്ടു. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കും വരെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തില്ല എന്ന നിലപാടിലാണ് കർഷക സംഘടനകൾ. പഞ്ചാബ് സർക്കാരിനെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയ കർഷക സംഘടനകൾ അതിർത്തികളിൽ പ്രതിഷേധം തുടരുകയാണ്. പഞ്ചാബ് സർക്കാരിന്റെ ആശ്വാസ പ്രഖ്യാപനത്തെ സ്വാഗതം ചെയ്ത കർഷക സംഘടനകൾ ഹരിയാന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കി. നടപടി വൈകുന്നതിൽ പഞ്ചാബ് സർക്കാരിനെതിരെ പരസ്യ വിമർശനവുമായി കർഷക നേതാവ് സുഖ്വിന്ദർ സിംഗ് സബ്ര 24 देखो सेंट्रल गवर्नमेंट से हम ये कहना चाहते हैं कि 5 शहीद हो गए हैं, 200 से प्लस जख्मी हो गए हैं. जल्दी से जल्दी मांगों को मानकर, मांगे इतनी बड़ी कोई नहीं है. असल में डॉक्टर स्वामीनाथन को जो भारत रत्न दिया जा रहा है ना, उससे मान सम्मान इतना नहीं बढ़ेगा जितना उनकी आई हुई रिपोर्ट को लागू करके बढ़ेगा. ഈ മാസം 21 കൊല്ലപ്പെട്ട ശുഭ്കരന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യാതെ പട്യാലയിലെ രാജേന്ദ്ര ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. പഞ്ചാബ് സർക്കാർ ഹരിയാന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്താൽ മാത്രമേ ഡൽഹി ചലോ മാർച്ചിലേക്ക് കർഷകർ കടക്കുകയുള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ കർഷകർ പഞ്ചാബ് സർക്കാരിനെതിരെയും തിരിഞ്ഞതിന്റെ തലവേദനയിലാണ് ആം ആദ്മി പാർട്ടി. സംസ്ഥാന അതിർത്തിയിൽ നടന്ന കർഷകന്റെ കൊലപാതകത്തിൽ ഏത് നിലയിൽ കേസെടുക്കണമെന്ന ആശയക്കുഴപ്പത്തിലാണ് പഞ്ചാബ് സർക്കാർ. സർക്കാർ നിലപാട് വൈകുന്തോറും ശുഭ്കരന്റെ മൃതദേഹം ഈ മോർച്ചറിയിൽ തുടരും. പട്യാലയിലെ രാജേന്ദ്ര ആശുപത്രിയിൽ നിന്ന് സന്ദീപ് മാലിക്കിനൊപ്പം നിതിൻ അംബുജൻ, 24. ഭക്തി നിറവിൽ പൊങ്കാലയ്ക്കൊരുങ്ങി തലസ്ഥാനവും ആറ്റുകാൽ ക്ഷേത്രവും. നാളെ രാവിലെ 10:30 പണ്ടാരടുപ്പിലേക്ക് തീ പകരുന്നതോടെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കമാകും. പൊങ്കാല ഉത്സവത്തിന്റെ 8ാം ദിവസമായ ഇന്ന് ക്ഷേത്രത്തിൽ വൻ തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പൊങ്കാല സമർപ്പണം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ വിപുലമായ സജ്ജീകരണങ്ങളാണ് 24 ഒരുക്കിയിട്ടുള്ളത്. തലസ്ഥാന നഗരിയിൽ നിന്ന് ഗോപിക സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗോപിക, ഏത് ഭാഗത്താണ് നിൽക്കുന്നത്?
എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. ഗോപിക നിൽക്കുന്ന സ്ഥലത്തെ കാഴ്ചകളും പ്രതികരണങ്ങളും ഒക്കെ എങ്ങനെ ഗോപിക? ടി കെ, ഞാനിപ്പോൾ ഉള്ളത് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കുള്ള റോഡിലാണ്. അതായത് മണക്കാട് ഭാഗം. ഇവിടുന്ന് ഏതാണ്ട് 1.5 കിലോമീറ്റർ മാത്രമാണ് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കുള്ളത്. ഈ കാണുന്ന ഭക്തജനങ്ങളൊക്കെ തന്നെ ആറ്റുകാൽ ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആൾക്കാരാണ്. ക്ഷേത്ര ദർശനം കഴിഞ്ഞ് വരുന്ന ആൾക്കാരാണ്. ക്ഷേത്രത്തിലേക്ക് പോവാണോ ചേച്ചി? അതെ അതെ. അതായത് പൊങ്കാലയ്ക്ക് മുമ്പ് ആറ്റുകാൽ ദേവിയെ കണ്ട് മടങ്ങാൻ എത്തുന്ന ഭക്തരുടെ വലിയൊരു തിരക്കാണ് ഈ റോഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ 1.5 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ ടി കെ, ഒരു മണ്ണിട്ടാൽ താഴെ വീഴാത്ത അത്ര തരത്തിലുള്ള തിരക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആറ്റുകാൽ ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചെത്തുന്ന ഭക്തരുടെ നീണ്ട നിര, അതുപോലെ തന്നെ അടുപ്പ് കൂട്ടി കാത്തിരിക്കുന്ന ഭക്തരുടെ നീണ്ട നിര. തലസ്ഥാന നഗരി ഇന്നും ഉറങ്ങില്ല. അത്രത്തോളം നമുക്ക് കാണാം. ദീപാലങ്കാരങ്ങളും ഒക്കെ ആയിട്ട് ചെറുകിട കച്ചവടക്കാരൊക്കെ ഉണ്ട്. സ്ത്രീകളുടെ ഒരു ഉത്സവമാണല്ലോ ഈ ആറ്റുകാൽ പൊങ്കാല. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ ഇത്ര സ്വാതന്ത്ര്യത്തോടെ ഇറങ്ങി നടക്കുന്ന ഒരു രാത്രി ഉണ്ടാകില്ല. തലസ്ഥാന നഗരം ഇന്ന് ഉറങ്ങില്ല. ഇവിടെ നമുക്ക് കാണാം ഈ ചെറുകിട കച്ചവടക്കാർക്കൊക്കെ അവരെ സംബന്ധിച്ച്, ഈ തലസ്ഥാന നഗരത്തെ സംബന്ധിച്ച് വിപണി ഒരു വലിയ. ചേച്ചി കച്ചവടമൊക്കെ ഉണ്ടോ ചേച്ചി? ചേച്ചിയെ കച്ചവടം ഉണ്ടോ? അതെ അതെ, ഇവരെയൊക്കെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള കച്ചവടം നടക്കുന്നത്. അതുപോലെ തന്നെ ടി കെ, എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, കനത്ത ചൂടാണ്. കൂടുതൽ താപനില ഉയരുമെന്ന തരത്തിലുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ശീതളപാനീയം വിൽക്കുന്ന കടകളൊക്കെ ഈ നിരത്തുകളിൽ സജ്ജമാണ്. എങ്ങനെയുണ്ട് ചേട്ടാ കച്ചവടമൊക്കെ? ഇവിടെ എന്തൊക്കെയാ ഉള്ളത്? കുഴപ്പമില്ല. വെള്ളം കൊടുത്തോട്ടെ ആദ്യം. കുലുക്കി സർബത്തുണ്ട്. അങ്ങനെ ഇവര് ഈ കച്ചവടമൊക്കെ പൊടി പിടിക്കുന്ന കാഴ്ചയാണ്. ചേച്ചി പൊങ്കാല ഇടുന്നുണ്ടോ ചേച്ചി? സ്ഥലമൊക്കെ കിട്ടിയോ? ക്ഷേത്രത്തോട് ചേർന്നാണ്? ഇല്ല, മരുന്നൂർ കടവ്. എപ്പോ വന്നതാണ് ചേച്ചി? പാപ്പനംകോടാണ് വീട്. അങ്ങനെ ക്ഷേത്ര പരിസരത്ത് പൊങ്കാല അടുപ്പുകൾ ഒക്കെ, പൊങ്കാലക്കലങ്ങളൊക്കെ നിറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ ഈ കാണുന്ന തിരക്ക്, തെരുവ് കച്ചവടക്കാരുണ്ട്, ക്ഷേത്രത്തിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഭക്തിസാന്ദ്രം അനന്തപുരി എന്ന് തന്നെ പറയേണ്ട കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ന് തലസ്ഥാന നഗരി ഉറങ്ങില്ല. ആറ്റുകാൽ പൊങ്കാല നാളെയാണ്. നാളെ 10:30-ക്ക് പണ്ടാരടുപ്പിൽ തിരിതെളിയുന്നതോടുകൂടി ശരി, ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള എല്ലാ ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ പൂർത്തിയായിരിക്കുകയാണ്. ഗോപിക സുരേഷ് അതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഇപ്പോൾ ലഭിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. കൊച്ചി കലൂരിൽ പോലീസിന്റെ മിന്നൽ റെയ്ഡ്. ലഹരി ഇടപാടുകൾ കൂടുന്ന സാഹചര്യത്തിലാണ് സ്ഥാപനങ്ങളും വാഹനങ്ങളും കേന്ദ്രീകരിച്ചുള്ള പരിശോധന. 100-ലധികം പേരുള്ള പോലീസ് സംഘമാണ് പരിശോധന നടത്തുന്നത്. അശ്വിൻ പാലാഴി ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. അശ്വിൻ, പരിശോധനയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്താണ്? വലിയൊരു പോലീസ് സംഘം തന്നെയുണ്ട്, 100-ലധികം പേർ വരുന്ന പോലീസ് സംഘം എന്ന് മനസ്സിലാക്കുന്നു. പരിശോധനയുടെ ഒരു സ്വഭാവം എന്താണ് അശ്വിൻ? രജിത്ത് 9 മണിയോടുകൂടിയാണ് എറണാകുളത്ത് പോലീസിന്റെ ഇത്തരത്തിലൊരു പരിശോധന, മിന്നൽ റെയ്ഡ് ആരംഭിച്ചത്. പ്രധാനമായും കലൂർ സ്റ്റേഡിയം, ആ സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസിന്റെ ഈ പരിശോധന തുടരുന്നത്. 100-ലധികം പോലീസുകാർ ഈ ടീമിലുണ്ട്. അതിൽ അവർ തന്നെ 100-ലധികമുള്ള ആളുകൾ തന്നെ 4 ടീമുകളായി തിരിച്ചുകൊണ്ടാണ് ഈ പരിശോധന ഇപ്പോൾ ഉള്ളത്. പ്രധാനമായും യുവാക്കളടക്കം കേന്ദ്രീകരിച്ചിരിക്കുന്ന കലൂർ സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ള സ്ഥലങ്ങൾ, അതിനൊപ്പം സ്ഥാപനങ്ങൾ, ഒപ്പം ഈ സംശയം തോന്നിക്കുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ ഈ പരിശോധനയുടെ ഭാഗമാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മറൈൻ ഡ്രൈവിലും ഇത്തരത്തിലൊരു മിന്നൽ റെയ്ഡ് പോലീസിന്റെ നടത്തിയിരുന്നു. അതിൽ നിന്നും ചില കുറ്റകൃത്യങ്ങൾ ഉൾപ്പെട്ട ആളുകളെയും ഒപ്പം ലഹരി ഇടപാടുകൾ നടത്തിയിരുന്ന വ്യക്തികളെയും അടക്കം പിടികൂടുകയും ചെയ്തിരുന്നു. എന്തായാലും അത്തരത്തിലുള്ള പരിശോധനകൾ വ്യാപകമാക്കുന്നതിന്റെ ഭാഗമായാണ് കലൂരിൽ ഈ പോലീസിന്റെ ഒരു മിന്നൽ റെയ്ഡ് നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസ് മാത്രമല്ല, അതിൽ പോലീസിന്റെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്. പോലീസിന് ഡോഗ് സ്ക്വാഡ് അടക്കം, ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും അതിന് പുറമെയുള്ള പ്രത്യേക സംഘങ്ങളും അടക്കം ഈ പരിശോധനയുടെ ഭാഗമാകുന്നുണ്ട്. കൊച്ചി ACP രാജ്കുമാറിന്റെ നേതൃത്വത്തിലാണ് ഈ പരിശോധന നടത്തുന്നത്. എന്നാലും കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഇത്തരത്തിൽ ഈ ലഹരി ഇടപാടുകളുമായി ബന്ധപ്പെട്ട് നിരവധി കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്യുകയും ഒപ്പം ഈ കലൂർ അടക്കമുള്ള ചില എറണാകുളത്തെ ചില പ്രധാന കേന്ദ്രങ്ങളിൽ ഇങ്ങനെ ചില ഇടപാടുകൾ നടക്കുന്നുണ്ട് എന്നടക്കമുള്ള വിവരങ്ങൾ പോലീസിന് ലഭിക്കുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായാണ് ഈ പരിശോധന ഇപ്പോഴും തുടരുന്നത്. ഇപ്പോൾ ഈ പരിശോധന, ആളുകളെ
ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ അവർ നടത്തുന്നുണ്ടോ അടക്കമുള്ള പരിശോധനകളാണ് തുടരുന്നത്. ഇതിനപ്പുറത്തേക്ക് റോഡിന് മറുവശത്തേക്ക് വാഹനങ്ങൾ പോകുന്ന ഭാഗത്തേക്ക് പോയാൽ അവിടെ പോലീസ് വാഹനങ്ങൾ പരിശോധിക്കുന്നുണ്ട്. സംശയാസ്പദമായി തോന്നുന്ന വാഹനങ്ങളും സംശയാസ്പദമെന്ന് തോന്നുന്ന ആളുകളെയും പോലീസ് തടഞ്ഞു നിർത്തി പരിശോധിക്കുന്നുണ്ട്. പോലീസ് നായ വാഹനങ്ങൾ പരിശോധന നടത്തുന്നുണ്ട്. ഒപ്പം പോലീസിന്റെ ലഹരി വിരുദ്ധ സ്ക്വാഡിന്റെ പ്രത്യേക പരിശീലനം ലഭിച്ച നായും ഈ പരിശോധനാ സംഘത്തിന്റെ ഭാഗമാകുന്നുണ്ട്. എന്തായാലും അങ്ങനെ ഇന്ന് രാത്രി മുഴുവൻ എറണാകുളത്തിന്റെ പല കേന്ദ്രങ്ങളിൽ ഈ പരിശോധന നടക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തവണ മറൈൻ ഡ്രൈവിൽ നടത്തിയ പരിശോധനയിൽ കൊല്ലത്ത് നിന്ന് കാണാതായ കുട്ടികളെ അടക്കം മറൈൻ ഡ്രൈവിൽ നിന്നും പോലീസ് പിടികൂടുന്ന അല്ലെങ്കിൽ അവരെ കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം കഞ്ചാവ് അടക്കമുള്ള ലഹരികളുമായി അത് വിൽപ്പനയ്ക്ക് എത്തിച്ച ആളുകളെ കഴിഞ്ഞ തവണ മറൈൻ ഡ്രൈവിൽ നിന്നും പിടികൂടിയിരുന്നു. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ഇപ്പോഴും നടക്കുന്നുണ്ടെന്നടക്കമുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത്. എന്തായാലും ഈ കലൂർ സ്റ്റേഡിയത്തിലേക്കുള്ള പൂർണ്ണ എല്ലാ വഴികളും പോലീസ് ഇപ്പോൾ ലോക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിലവിൽ ഇതിനുള്ളിലുള്ള ആളുകൾക്ക് പുറത്തേക്ക് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് എന്തായാലും ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ഇതിനുള്ളിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും പിടികൂടാനുള്ള എല്ലാ സൗകര്യങ്ങളും പോലീസ് ഒരുക്കിയിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ പോലീസിന്റെ 4 ബസ്സുകളിലായാണ് പോലീസ് ഇവിടെ എത്തുന്നത്. എന്തായാലും 2 മണിക്കൂറിലധികം പരിശോധന നീണ്ടു നിൽക്കും. അതിനുശേഷം ഏതൊക്കെ തരത്തിൽ എത്ര ആളുകൾ പിടികൂടപ്പെട്ടു അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾ ഇതിന്റെ ഭാഗമായി എടുത്തിട്ടുണ്ടെന്നടക്കമുള്ള വിവരങ്ങളിൽ ഒരു വ്യക്തത നമുക്ക് ലഭിക്കും. അശ്വിൻ, ഇത്രയും വലിയൊരു സംഘത്തെ ഇറക്കിയുള്ള പരിശോധന നഗരത്തിന്റെ ഹൃദയഭാഗം മറ്റിടങ്ങളിലും സമാനമായ രീതിയിൽ വരും ദിവസങ്ങളിലും പരിശോധന തുടരും എന്നുള്ളൊരു വിവരമാണോ പോലീസിൽ നിന്ന് ലഭ്യമാകുന്നത്? അശ്വിൻ, റിജിത്ത്, എന്തായാലും അങ്ങനെ ഒരു വിവരം, അതായത് മിന്നൽ റെയ്ഡുകളാണ്, പലപ്പോഴും മുൻകൂട്ടി അറിയിക്കാതെയുള്ള റെയ്ഡുകളാണ് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ പോലീസ് നടത്താറുള്ളത്. എന്തായാലും അങ്ങനെയാണ്. ഇത് വളരെ പെട്ടെന്നാണ് ഈ കടകളിലേക്കൊക്കെ പോലീസിന്റെ സംഘം ഇരച്ചു കയറി എത്തുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ അവിടെ നടക്കുന്നു, ലഹരി ഇടപാടുകളടക്കം നടക്കുന്നുണ്ടെങ്കിൽ അത് മറച്ചു വെക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അവർക്ക് അതിനുള്ള സമയം ലഭിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ആർക്കും മുന്നറിയിപ്പ് നൽകുന്നില്ല. കൊച്ചി പുതിയതായി ചുമതലയേറ്റെടുത്ത കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ശ്യാം സുന്ദറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിൽ ഈ ലഹരി ഇടപാടുകളടക്കം പിടികൂടാനുള്ള മിന്നൽ പരിശോധനകൾ പോലീസ് തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ എറണാകുളത്തെ 2ാമത്തെ പരിശോധനയാണ് ഇന്ന് ഈ കലൂർ സ്റ്റേഡിയം കേന്ദ്രീകരിച്ച് നടക്കുന്നത്. വരും ദിവസങ്ങളിൽ കൊച്ചിയുടെ പല കേന്ദ്രങ്ങളിലും ഈ പരിശോധന തുടരും. പ്രത്യേകിച്ച് ഈ പോലീസിന്റെയും നാട്ടുകാരുടെയും ഒന്നും കണ്ണെത്തിപ്പെടാത്ത ചില ഹിഡൻ സ്പോട്ടുകൾ കൊച്ചിയിലുണ്ട്. ആ ഹിഡൻ സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചുകൂടി വരും ദിവസങ്ങളിൽ പോലീസിന്റെ പരിശോധന കർശനമാക്കുമെന്നുള്ളൊരു തീരുമാനം കൂടി പോലീസ് എടുത്തിട്ടുണ്ട്. റീജിത്ത്, ശരി. കൊച്ചി കലൂരിൽ പോലീസിന്റെ മിന്നൽ റെയ്ഡ് ഉണ്ടായിരിക്കുകയാണ്. ലഹരി ഇടപാടുകൾ കൂടുന്ന സാഹചര്യത്തിലാണ് സ്ഥാപനങ്ങളും വാഹനങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ചുള്ള പരിശോധന ഉണ്ടാകുന്നത്. വലിയൊരു സംഘം തന്നെ ആ പരിശോധനയ്ക്കായി ഉണ്ട്. 100-ലധികം പേരുള്ള പോലീസ് സംഘമാണ് ഇപ്പോൾ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്നത്. അശ്വിൻ പാലാഴി അതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. തിരുവനന്തപുരം നേമത്ത് പ്രസവത്തിനിടെ അമ്മയും കുഞ്ഞും മരിച്ച സംഭവത്തിൽ നെയാസിന്റെ ആദ്യ ഭാര്യ റജീന 2ാം പ്രതി. ഇവർക്കെതിരെ പോലീസ് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി. ഒളിവിൽ പോയ റജീനയ്ക്കായുള്ള അന്വേഷണം വ്യാപിപ്പിച്ചു. കേസിൽ പ്രതിയായ അക്യൂപങ്ക്ചർ ചികിത്സകൻ ഷിഹാബുദ്ദീനെ കോടതി റിമാൻഡ് ചെയ്തു. അമ്മയുടെയും കുഞ്ഞിന്റെയും മരണത്തിൽ ഷിഹാബുദ്ദീന്റെ പങ്ക് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. മരിച്ച ഷമീറയെ അക്യൂപങ്ക്ചർ ചികിത്സയ്ക്ക് നയാസിന്റെ ആദ്യ ഭാര്യ റജീനയും പ്രേരിപ്പിച്ചു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇതോടെയാണ് ഗുരുതര വകുപ്പുകൾ ചുമത്തി റജീനയെ പ്രതി ചേർത്തത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, നവജാത ശിശുവിന്റെ മരണം തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയത്. ഒളിവിൽ പോയ റജീനയ്ക്കായുള്ള അന്വേഷണം പോലീസ് വ്യാപിപ്പിച്ചു. കേസിൽ അറസ്റ്റിലായ അക്യൂപങ്ക്ചർ ചികിത്സകൻ ഷിഹാബുദ്ദീനെ നെയ്യാറ്റിൻകര 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. ഷിഹാബുദ്ദീനും ഭാര്യയും നയാസിന്റെ വീട്ടിൽ സ്ഥിരം സന്ദർശകരായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. യുവതി മരിക്കുന്നതിന്റെ തലേ ദിവസവും വീട്ടിലെത്തി അക്യൂപങ്ക്ചർ ചികിത്സ നൽകിയിരുന്നു. അയൽവാസിയും ഇത് വ്യക്തമാക്കുന്നുണ്ട്. അയാൾ ഒരു 3-4 പ്രാവശ്യമൊക്കെ അവിടെ വന്നിട്ടുണ്ട്. നമ്മളും വിചാരിച്ച് എന്തിരുന്ന് പറ്റില്ല. ഒരു ദിവസം രാത്രി കാറും കൊണ്ട് ഇട്ടിട്ട് ഒരു സ്ത്രീ ഇയാളും കൂടെയാണ് വന്ന് കയറിയത്. അപ്പം അക്വ പഞ്ചർ മോളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണെന്ന്. അപ്പം അവരെ അതിനുശേഷം 1-2 പ്രാവശ്യം വന്ന് ഈ കൊച്ചു മരിക്കണതിനും തലയ്ക്കും ദിവസം വരെയും വന്ന് ഈ കാറിൽ രണ്ടുപേരും, ഇങ്ങേരും വേറെ ഒരു കൊച്ചുമായിട്ട് വന്ന്. 2ാം പ്രതി റജീനയെ പിടികൂടലാണ് പോലീസിന്റെ അടുത്ത ലക്ഷ്യം. വിശദമായി ചോദ്യം ചെയ്യുന്നതിന് റിമാൻഡിലായ ഷിഹാബുദ്ദീനായി പോലീസ് തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകും. 24 തിരുവനന്തപുരം. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ആനി രാജയെ കൂടാതെ 2 പേരുകൾ കൂടി CPI പരിഗണിക്കുന്നു. സത്യൻ മുഖേരി, PP സുനീർ എന്നിവരാണ് പരിഗണനയിലുള്ളത്. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ നേതൃത്വത്തിൽ ചേർന്ന ജില്ലാ കൗൺസിലിലാണ് 2 പേരുകൾ കൂടി ഉയർന്നത്. അരുൺ പാറയ്ക്കൽ വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, CPIയിലെ ചർച്ചകൾ എങ്ങനെയാണ്? ഇന്നാണ്
CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നത്. ആ യോഗത്തിലാണ് ഇപ്പോൾ 2 പേരുകൾ കൂടി, അതായത് ആനി രാജയ്ക്ക് ദേശീയ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ആനി രാജയായിരുന്നു നേരത്തെ CPI വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്ക് പരിഗണിച്ചത്. രാഹുൽ ഗാന്ധിക്ക് ഒത്ത എതിരാളി എന്ന രീതിയിലായിരുന്നു ആനി രാജയെ CPI പരിഗണിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ചേർന്ന ജില്ലാ കൗൺസിലിൽ 2 പേരുകൾ കൂടി ചർച്ചയ്ക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. CPIയുടെ മുതിർന്ന നേതാവ് സത്യൻ മൊകേരി, CPI സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി PP സുനീർ എന്നിവരെ കൂടി മത്സരരംഗത്തേക്ക് പരിഗണിക്കണം, ആനിരാജയ്ക്ക് പുറമെ മത്സരരംഗത്തേക്ക് പരിഗണിക്കണം എന്ന ചർച്ച ജില്ലാ കൗൺസിൽ ഉയർന്നു. മറ്റൊരു വിഷയം, ജില്ലാ സെക്രട്ടറി EJ ബാബുവിനെ കൂടി പരിഗണിക്കണമെന്ന ആവശ്യവും ഉയർന്നെങ്കിലും അതിലൊരു അന്തിമമായ നിർദ്ദേശം വന്നില്ല. പക്ഷേ PP സുനീറിന്റെയും സത്യൻ മൊകേരിയുടെയും പേര് ചർച്ചയ്ക്ക് വന്നിരിക്കുന്നു. ഇക്കാര്യം സംസ്ഥാന നേതൃത്വം പരിഗണിക്കുമെന്ന് ബിനോയ് വിശ്വം ജില്ലാ കൗൺസിൽ അംഗങ്ങൾക്ക് ഉറപ്പു നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ആനി രാജയ്ക്ക് പുറമെ 2 പേരെ കൂടി പരിഗണിച്ചിരിക്കുന്നു എന്നതാണ്. എന്തായാലും 26-ാം തീയതി അന്തിമമായൊരു തീരുമാനം, സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാവുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റീജിത്ത്. ശരി, അരുൺ പാറയ്ക്കൽ വിവരങ്ങൾ നൽകുകയായിരുന്നു വയനാട്ടിൽ നിന്ന്. ഈ റിപ്പോർട്ടോടുകൂടി വാർത്താമഴയുടെ സമയം പൂർത്തിയാവുകയാണ്. ഇനി ന്യൂസ് സൂപ്പർഫാസ്റ്റുമായി പ്രേക്ഷകർക്കൊപ്പം ഗോകുൽ രവിയെത്തും. നമസ്കാരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.